അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 2-ാമത്തെ വചനം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. ഹല്ലേലൂയ. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിക്കുന്ന കാലഘട്ടത്തെ സമയമെടുത്തു വിവരിക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിൻ്റെ പരിമിതി നിന്നുകൊണ്ട് ചെറിയ വിവരണങ്ങൾ തന്നിട്ട് മുമ്പോട്ട് പോകാം. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പം ഹല്ലേലൂയ, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഹബക്കൂക്ക് ദൈവത്തോട് പറയുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഹബക്കൂക്ക് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായം 1-ാം വാക്യം. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം: യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുക. കർത്താവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, ഞാൻ സഹായത്തിനായിട്ട് അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. എത്രത്തോളം എൻ്റെ പ്രാർത്ഥന നീ കേൾക്കാതിരിക്കും. ഞാനിവിടെ ഇന്ന് ഈ വചനം തൊടുമ്പോൾ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. കേൾക്കുന്നില്ലെന്ന് ചിന്തിക്കുന്ന പലതും ദൈവം കേൾക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ പോവാ. അവൻ ചോദിക്കുക, കർത്താവേ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കും, അല്ലെങ്കിൽ എൻ്റെ ആവലാതി ഞാൻ പറയും. ഹല്ലേലൂയ. അങ്ങ് എത്ര നാള് കേൾക്കാതിരിക്കും? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുൻപിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ഠ ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. മതി. ഇവിടെ ഹബക്കൂക്ക് പ്രവചിക്കുന്ന പ്രവചന സാഹചര്യം നീതിമാന്മാർ ശുഷ്കിച്ചു പോകുകയും ശത്രു പ്രബലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. അവൻ ചോദിക്കുക, കർത്താവേ, ഞാൻ എത്ര വിളിച്ചിട്ടും എന്താണ് എൻ്റെ വിഷയത്തിന് മറുപടി ഇല്ലാത്തത്? ഞാനൊരു തുടക്കത്തിലെ ഒരു ദൂത് പറയാം. എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല, മറുപടി ഉടനെ ഉണ്ടാവും. ഹല്ലേലൂയ. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുക, കർത്താവേ, ദൈവത്തിന് സ്തോത്രം, ഞാൻ എത്ര വിളിച്ചിട്ട് എന്താ കർത്താവ് കേൾക്കാത്തെ? എനിക്ക് എന്താ മറുപടി തരാത്തെ? സ്തോത്രം. നീതിമാൻ ശുഷ്കിക്കുകയും ദുഷ്ടൻ പ്രബലപ്പെടുകയും ചെയ്യുക. അവിടെയും അവൻ പറയുന്നുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ദുഷ്ടൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനിവിടെ നിൽക്കുന്ന ചിലരോട് ആത്മീക ദൂത് പറയാം. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ദുഷ്ടൻ എത്ര പ്രബലപ്പെട്ടാലും, സ്തോത്രം, നിനക്കതിനകത്ത് വിജയമുണ്ട്. ഓ ഹല്ലേലൂയ. എല്ലാ ദിവസവും നീ ഇങ്ങനെ പീഡനത്തിന്റെ കഥയും പോരാട്ടത്തിന്റെ കഥയും ബന്ധനത്തിന്റെ കഥയും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ദുഷ്ടൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലാണ് 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പം അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ഒന്നുകൂടെ വായിക്കാൻ പോവുകയാണ്. ഇത് ഈ സാഹചര്യം മനസ്സിൽ വെച്ചോണ്ട് വേണം, സ്തോത്രം, ഇന്ന് ഈ വചനം കേൾക്കാൻ ഞാൻ ഒന്നുകൂടെ പറയാം. ദുഷ്ടൻ പ്രബലപ്പെടുമ്പോൾ നീതിമാൻ ശുഷ്കിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മുടെ മനസ്സിലുള്ളൊരു ചോദ്യ, പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോ ദിവസം ശുഷ്കിക്കുക, എതിരാളി പ്രബലപ്പെടുക. ഹല്ലേലൂയ. അവിടെ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഈ ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തില് ദൈവത്തിന് സ്തോത്രം, അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഹല്ലേലൂയ. പ്രവാചകന് കുഴപ്പമുണ്ടെന്നല്ല. പ്രവാചകൻ 17-ാമത്തെ വാക്യം വായിച്ച് 3-ാം അധ്യായം 17-ാം വാക്യം.
അത്തിവൃക്ഷം അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, നിലങ്ങൾ ആഹാരം വിളയിക്കത്തില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ഇല്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇതെല്ലാം സംഭവിച്ചാലും എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഒരാമയും വരുന്നില്ല. കൺമുമ്പിൽ വെളിപ്പെടുന്ന നാശങ്ങളുടെ ലിസ്റ്റ് നിരത്തി കാണിച്ചിട്ട് പറയുക, ഈ നഷ്ടമൊന്നും എന്നെ ബാധിക്കത്തില്ല, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇത് ഞാൻ പ്രസംഗിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ ഒടുവ് പ്രസംഗിക്കുന്നത് ആദ്യം പ്രസംഗിക്കാൻ വേണ്ടിയാ. അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനാ. അപ്പം അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇതെല്ലാം വന്നാലും ഞാൻ എന്തോ ചെയ്യും? യഹോവയിൽ ആനന്ദിക്കും, എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. അപ്പം അടുത്തിരിക്കുന്ന ആളെ നോക്കി, നഷ്ടം വന്നാലും ദൈവത്തിൽ ആനന്ദിക്കണമെന്ന് പറ. വിചാരിക്കുന്ന സമൃദ്ധി കൺമുമ്പിൽ വന്നില്ലെങ്കിലും നിന്റെ ആനന്ദം കുറയരുത്. എന്നിട്ട് അവൻ പറയുകയാണ്, കാരണം എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അടുത്ത കേട്ടെ, യഹോവയായ കർത്താവിന്റെ ബലമാകും. അവൻ പറയാ, യഹോവയായ കർത്താവ് എന്റെ ബലമാണ്, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. അവൻ എന്റെ കാലുകളെ പേടമാൻ കാൽ പോലെയാക്കി, ഉന്നതകളിന്മേൽ എന്നെ ദേശത്തിന്റെ ഉന്നതങ്ങളിന്മേൽ എന്നെ നടക്കുമാറാക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന അന്തരീക്ഷമെല്ലാം പൊട്ടും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടൻ പ്രബലപ്പെടുന്നതൊക്കെ പൊട്ടും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ദിവസങ്ങൾ വരികയാണ്. ഇനി 2-ാം വാക്യം വായിച്ചാലേ നമുക്ക് ഇന്ന് എന്താണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പഠിക്കാൻ പറ്റൂ. ഞാൻ 1-ാം വാക്യത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു, ദുഷ്ടൻ പ്രബലപ്പെടുവാണ്, നീതിമാൻ ഓരോ ദിവസവും ശോഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രവാചകൻ പറയും, എനിക്ക് പ്രോബ്ലം ഇല്ല, എല്ലാം ശൂന്യമായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. പക്ഷെ ആ മനുഷ്യൻ തന്നെ ആത്മക്കണ്ണുകളിലൂടെ കാഴ്ച കണ്ടോണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് വായിച്ചത്. നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് കേൾക്കണം. 3-ാം അധ്യായം 2-ാം വാക്യം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. കർത്താവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. ഹബക്കൂക്ക് പറയുകയാണ്, കർത്താവേ, നിന്റെ കേൾവി കേട്ട് ഞാന് ഭയപ്പെട്ടു പോയി. അതിനർത്ഥം എന്താ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല നിങ്ങളുടെ ദൈവം. ഒരാമയും വരുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിന് എന്തിനും മാത്രം സ്ഥാനമുണ്ടോ അതിനപ്പുറത്താണ് എൻ്റെ ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നമുക്കത് മനസ്സിലാക്കാൻ ചില വാക്യങ്ങൾ വായിക്കണം. നമുക്ക് ഈ ഭാഗം ഒന്നുകൂടെ വായിച്ചിട്ട് വരാം. ഹല്ലേലൂയ. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ഞാൻ മറ്റൊരു ട്രാൻസ്ലേഷൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കർത്താവേ, അങ്ങയെ പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെ പറ്റിയും കേട്ട് ഞാൻ ഭയപ്പെടുന്നു. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തിയെ ആവർത്തിക്കണമേ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ പ്രവൃത്തിയെ ഞങ്ങളുടെ കൺമുമ്പിൽ ഒരിക്കൽ കൂടെ ആവർത്തിക്കണമേ. ഓ ഹല്ലേലൂയ. ഞാൻ ആ വാക്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തത് കേട്ടോണം, ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണേ. നിനക്ക് വിടുതൽ ഉണ്ടെന്ന് പ്രവചിച്ചേച്ച് വിടുതൽ കാണാതെ മരിക്കുവല്ല, നിന്റെ കാലത്തു തന്നെ ആ പ്രവൃത്തി ആവർത്തിക്കാൻ പോവുക. മനസ്സിലായി വരുന്നവരെ സ്തോത്രം ചെയ്യാവൂ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നൊരു ദൂത്, ഈ നാളുകളിൽ ചില ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ വീണ്ടും ആവർത്തിക്കാൻ പോവുക.
ഓ യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് കൊതിയുണ്ട്? കർത്താവെ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഞങ്ങൾ ആയുസ്സോടിരിക്കുമ്പോൾ, ഞങ്ങളുടെ ഈ 40-ാമത്തെ വയസ്സിൽ, ഞങ്ങളുടെ ഈ 45-ാമത്തെ വയസ്സിൽ, ഞങ്ങളുടെ ഈ 60-ാമത്തെ വയസ്സിൽ ഒരിക്കൽ കൂടെ ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞ ദൈവപ്രവൃത്തി ആവർത്തിക്കപ്പെടാൻ പോവുക. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചോടാ, ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ ആവർത്തിക്കപ്പെടാൻ പോവുക. ഓ ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആദ്യത്തെ ഭാഗം പറഞ്ഞാലേ രണ്ടാമത്തെ ഭാഗം പറയാൻ പറ്റൂ. കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള കേൾവിയും അങ്ങയുടെ പ്രവൃത്തിയും കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. സ്തോത്രം. ഈ ഒരു ദൈവവൈതനെ സംബന്ധിച്ച് ആരെ ഭയപ്പെടണമെന്ന് ബൈബിളിലുണ്ട്, ആരെ ഭയപ്പെടരുതെന്നും ബൈബിളിലുണ്ട്. ആരെ ഭയപ്പെടണം? പക്ഷെ നമ്മൾ നേരെ തിരിച്ച. ഭയപ്പെടരുതെന്ന് പറഞ്ഞവനെ ഭയപ്പെടുകയും ഭയപ്പെടണമെന്ന് പറഞ്ഞവനെ ഭയപ്പെടത്തുമില്ല. ഇപ്പൊ നിങ്ങൾ ഇച്ചിരി എന്നോട് പിണങ്ങാൻ സാധ്യതയുണ്ട്. പിണക്കമാണല്ലോ പിന്നെ വലിയ ഇണക്കം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇച്ചിരി പിണങ്ങിയ ചണങ്ങാം. ഈ 2-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഭയത്തോടും വിറയലോടും യഹോവയെ സേവിപ്പീൻ. എങ്ങനെ സേവിക്കണം? എല്ലാവരും കൂടെ പറഞ്ഞ 2-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യമാണെന്നാ തോന്നുന്നത്. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ. എങ്ങനെ സേവിക്കണം? ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ എന്ന് പറഞ്ഞ ഒരു ദൈവവൈതന്റെ അകത്ത് നിന്ന് ഒരിക്കലും ദൈവ ഭയം മാറിപ്പോവില്ല. രാമൻ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, ശരിക്കും ദൈവത്തെ ഭയപ്പെട്ട് തന്നെയാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചേ. ഈ 112-ാം സങ്കീർത്തനം നല്ല സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം ഈ കാണാതെ അറിയാവുന്നവരൊന്ന് പറയോ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ, അത് മൈക്ക് കൂടെ ഒന്ന് പറയാൻ നല്ലതായിരുന്നു. സ്തോത്രം. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി അവൻ ഉണ്ടാകുന്ന 3 അനുഗ്രഹം കേട്ടു. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവന്റെ സന്തതി മുടിഞ്ഞു പോകുമെന്നല്ല, ദേശത്ത് ബലപ്പെട്ടിരിക്കും. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. ഒത്തിരി പേരുടെ സന്തതികൾ തകർന്നു മുടിഞ്ഞും കിടക്കുമ്പോൾ നിന്റെ സന്തതി ദേശത്ത് ബലപ്പെടണമെങ്കിൽ ദൈവഭയം വേണം. നമ്മളീ എല്ലാം കാണിച്ചു കൂട്ടുന്ന കർത്താവ് സ്നേഹമാണെന്നും കർത്താവ് നമ്മുടെ പോക്കറ്റിലാണെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കർത്താവ് ക്ഷമിക്കും ബ്രദറെ, പിന്നെ നീ പറയുമ്പോഴെല്ലാം ക്ഷമിച്ചോണ്ടിരിക്കുകയല്ലേ. അങ്ങനല്ല. ഒരു ദൈവ പൈതൽ ഭൂമിയിലിട്ട് ആയുസ് തികയ്ക്കും വരെ ഒരു കാരണവശാലും അവൻ്റെ അകത്തെ ദൈവ ഭയം, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല, നിന്റെ ദൈവം ആരാന്നുള്ള ഭയം. ഒരാമീൻ വരുന്നില്ല. ദൈവം കൃപായുഗത്തിലായതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്ത പിറ്റേന്ന് രാവിലെ അടിക്കത്തൊന്നുമില്ല. ദൈവം അടിച്ചില്ലെന്ന് കരുതിയ തെറ്റ് അമ്മി തുടരണമെന്നല്ല അർത്ഥം. സ്തോത്രം. ദൈവം അടിക്കാത്തത് മഹാകരുണ കൊണ്ടാണ്. സ്തോത്രം. അപ്പം യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവന്റെ സന്തതി എന്തോ ആവും? ഭൂമിയിൽ സന്തതി ഭൂമി ബലപ്പെട്ടിരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടോ? അമ്മി ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മി അങ്ങനെ ഉണ്ടാകണേ നീ ദൈവത്തെ ഭയപ്പെടണം. അടുത്തേ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു. മതി, നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്നെ അനുഗ്രഹിക്കും കർത്താവ്, നിന്റെ സന്തതി ബലപ്പെടും, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും ദൈവത്തെ ഭയപ്പെട്ടാൽ. ഈ 2-ാം സങ്കീർത്തനത്തിൽ വരുമ്പം ഭയത്തോടും വിറയലോടും യഹോവയെ സേവിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം.
ഗ്ലോറി ടു ഗോഡ്. അപ്പം ഈ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴേ ഈ ഞാൻ ചില ഭാഗങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം. വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ 12-ാമത്തെ അധ്യായം എടുക്കാം, 4-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. ദേഹത്തെ കൊന്നിട്ട് പിന്നെ എന്റെ സ്നേഹിതന്മാരായ, എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, യേശു പറയാ, എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. അവരെ പേടിക്കരുത്. അതായത് മനുഷ്യരെയും പേടിക്കരുത്, സാത്താനെയും പേടിക്കരുത്. കാരണം നിന്റെ ദേഹത്തെ കൊന്നിട്ട് അധികം ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ, കൊന്നിട്ട് നരകത്തിൽ തള്ളാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. ആരെയാ? അത് ദൈവമാ. അപ്പൊ മനുഷ്യനെ പേടിക്കരുത്, പിശാചിനെ പേടിക്കരുത്, ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കാണേ ദൈവത്തെ ഒട്ടും പേടിയില്ല, ചുറ്റുപാടുള്ള മനുഷ്യരെയും പേടിയാ, സാത്താനെ അതിനെക്കാട്ടിലും പേടിയാ. സിസ്റ്റം തിരിഞ്ഞു. ആരെ ഭയപ്പെടാവൂ? ദൈവത്തെ. സ്വത്രമൊക്കെ പോയല്ലോ. അയൽവക്കത്ത് നിന്നെ വെല്ലുവിളിക്കുന്നതിനെ പേടിക്കരുത്. ദാവീദിന്റെ മറ്റുള്ളവർ ദാവീദ് വ്യത്യസ്തനായ എന്തുവാ? ഗത്യനായ ഗോലിയാത്തിനെ ശൗലിന് പേടിയാ, പക്ഷെ ദാവീദിന് പേടിയില്ല. ദാവീദിന് ദൈവത്തെ പേടിയാ. മിണ്ടുന്നില്ല. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രു ഒന്നുമില്ലാതാകും, മനുഷ്യരൊന്നുമില്ലാതാകും. അതാകണമെങ്കിൽ ദൈവഭയമകത്ത് കയറണം. ഇന്ന് ചിലരെയൊക്കെ ഭയം വിട്ടുപോകാൻ പോവാ, മറിച്ച് ദൈവത്തെ ഭയപ്പെടണം. ഈ ദാനിയേലിന്റെയൊക്കെ ധൈര്യം കണ്ടോ? തനിക്കെതിരെ ഒരു രാജ്യരേഖ എഴുതി മുദ്ര വെച്ചു. ദാനിയേൽ മുട്ടുകുത്തി ഒരൊറ്റ പ്രാർത്ഥനയാ, അവനെതിരെ രേഖ പൊളിക്കാൻ ഈ പ്രയർ മതി. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നിനക്കെതിരെ നിൽക്കുന്ന ചില വിരോധ എഴുത്തുകൾ ക്യാൻസലാക്കാൻ. ദൈവത്തെ ഭയപ്പെടുമ്പോൾ ഒരുവൻ അകത്തുണ്ടാകുന്ന ധൈര്യമുണ്ട്. എന്റെ കൂടെ ആരുമില്ല, പക്ഷെ എന്റെ കൂടെ ദൈവമുണ്ട്. നിനക്ക് ദൈവഭയം ഉണ്ട്, നീ നോക്കിക്കോണം, നിന്റെ എല്ലാ കാര്യവും ദൈവം ചെയ്തു തരും. നമ്മളിപ്പോൾ ഒരാളുമായിട്ട്, ഇപ്പം ഞാനും ഒരാളുമായിട്ട് ഭയങ്കര സ്നേഹമായി. ആദ്യത്തെ ആഴ്ച പരിചയപ്പെട്ടു, 2-ാമത്തെ ആഴ്ച ഇച്ചിരിയുടെ സ്നേഹമായി, 3-ാമത്തെ ആഴ്ച എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോയി, 4-ാമത്തെ ആഴ്ച സ്തോത്രം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു, 5-ാമത്തെ ആഴ്ച ഒന്നിച്ചൊരു കട്ടിലിൽ കിടന്നുറങ്ങി, 6-ാമത്തെ ആഴ്ച അദ്ദേഹം വന്നെൻ്റെ തോളെ കൈയിടും. കാരണം അതുപോലെ ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെയാണല്ലോ ലോകം. ശിഷ്യന്മാരെല്ലാം കൂടെ ഒരു ദിവസം യേശു വിളിച്ചിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നു. അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴെല്ലാം കർത്താവ് അപ്പക്കോട്ട വിളമ്പാനൊക്കെ യുമാറല്ല കൊടുക്കുന്നു. അതുകൊണ്ട് ഇവന്മാർ തോളെ കൂടെ കൈയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന് വന്ന 3 പേരെയും പിടിച്ചുകൊണ്ട് മലയുടെ മുകളിലോട്ട് കർത്താവ് പോയിട്ട് താൻ ആരാന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ട് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി തന്ന് ഇരുന്നവരുടെ വയറും വിളമ്പിയവൻ്റെ കൊട്ടയം നിറച്ചു പോകുന്നവനല്ല ഞാൻ. അതിനപ്പുറത്താ ഞാനെന്ന ഭയം നിന്റെ അകത്തുണ്ടാകണം. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഒരു ഭാഗം പത്രോസിന്റെ ലേഖനത്തിൽ എഴുതി, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷിയാ. ഇന്നു പകൽ അകത്തു ദൈവഭയമുള്ളവനോട് ഞാൻ പറയാം, നീ ലോകത്തിൽ ഒന്നിനെയും പേടിക്കരുത്. ഒരു മന്ത്രവാദിയെയും പേടിക്കരുത്, ഒരു ആഭിചാരത്തെയും പേടിക്കരുത്, ഒരു പ്രാക്കിനെയും പേടിക്കരുത്, ഒരു ശാപത്തെയും പേടിക്കരുത്. ദൈവത്തെ മാത്രമേ. അകത്തളത്ത് കൃപ സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അവൻ ദൈവത്തെ എന്ത് ചെയ്തു? സ്തോത്രം.
ഭയപ്പെട്ടു. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവൻ ദൈവത്തിന് സ്തോത്രം തേജസ്സിൽ അങ്ങോട്ട് രൂപപ്പെട്ട് കഴിഞ്ഞപ്പം അവിടെ വായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ശിഷ്യന്മാരത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കമണ്ണു വീണു. 17-ാം അധ്യായം 6-ാം വാക്യത്തില അവന്റെ വായി ദൈവത്തിന് സ്തോത്രം ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തിയെന്നവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവര് വിചാരിച്ചു വേഷത്തിൽ മനുഷ്യനായ ദൈവപുത്രനല്ല ഇത്, ഇവൻ തേജസ്കരിക്കപ്പെടാൻ പോകുന്ന ക്രിസ്തുവാ. ദൈവമാരാന്നുള്ള ഭയം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ പോവുക. മനുഷ്യന് പരാജയം വന്നത് എവിടെയാണ്? ദൈവഭയം നഷ്ടപ്പെട്ടപ്പോഴാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ഒരു യഥാർത്ഥ ദൈവഭയം ഉണ്ടെങ്കിൽ നിന്നെ ആരും കൺട്രോൾ ചെയ്യണ്ട, പരിശുദ്ധാത്മാവെല്ലാം കൺട്രോൾ ചെയ്തോളൂ. ഇച്ചിരൂടെ ഗഹനമായി നമുക്ക് ഈ ദൂതിലോട്ടൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് തൻ്റെ അനുഭവത്തിനകത്ത് എഴുതിയൊരു സങ്കീർത്തനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വായിക്കേണ്ട, എന്നെ നോക്കിയിരുന്ന ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അവൻ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. അടുത്ത് കേൾക്കണോ? അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. പലരും അത് കേട്ട് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്ന് പകൽ മനസ്സിലായോ? നിന്നെ നോക്കുന്ന ചിലരുടെ അകത്ത് ദൈവഭയം ഉണ്ടാകണം. നിന്റെ വീട്ടിൽ നടമാടുന്ന ദൈവപ്രവൃത്തി കണ്ട്, നിന്റെ ഗമനത്തെ സ്ഥിരമാക്കിയത് കണ്ട്, നിന്റെ വീട്ടിൽ അത്ഭുതം നടത്തുന്നത് കണ്ട്, നിന്റെ വീട്ടിൽ ചില വീടുകൾ ദൈവപ്രവർത്തിക്ക് സാക്ഷിയാകാൻ പോവുക. എഴുതിയിട്ട മറ്റുള്ളവരുടെ മുമ്പില് നിന്റെ വായിലെ പുതിയ പാട്ട് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായ പോലെ പലരും വെടക്കം എഴുതി തള്ളിയ വിഷയത്തിനകത്ത് ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി. ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് ദൈവമക്കളുടെ അകത്ത് ദൈവഭയമുണ്ടാകണം. സ്തോത്രം. നമ്മൾ പറയുന്ന ഓരോ വാക്കും നകത്തും ദൈവഭയം ഉണ്ടാകണം. വിനയത്വം, താഴ്മ, ദൈവത്തോടുള്ള ബഹുമാനമൊക്കെ നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവഭയമുള്ളൊരു ഗ്രൂപ്പിനെയാണ്. സ്തോത്രം. നോക്കി ഇച്ചിരൂടെ ഇപ്പം നമ്മൾ പറയുന്ന കൃപയാണ്, അതുകൊണ്ട് 2 ചീത്ത വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, കൃപ കർത്താവ് ക്ഷമിക്കും. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വിളിച്ചവരൊക്കെ ഇപ്പോൾ ഒക്കത്ത് കയറിയിരിക്കുക. ഞാൻ നിങ്ങളോട് ദൂത് പറയാം, വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകത്തില്ല, നീ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടുത്തുന്നത് വചനമാണ്. ഇതൊരു ഉപദേശം വിട്ട് ന്യായപ്രമാണം അയഞ്ഞെന്ന ഹബക്കൂക്ക് പ്രവചിച്ചത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, പ്രമാണം മുറുകെ പിടിച്ചോ, നീ രക്ഷപ്പെടും. ഞാൻ പെട്ടെന്ന് വരാം, കാരണം ഈ ഭാഗത്തൊന്നുമല്ല നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ ഭാഗം പറയാതെ പോകാനും പറ്റത്തില്ല. യോഹന്നാനെ പത്മോസിലോട്ട് വഴിച്ചെറിഞ്ഞു. വെളിപ്പാട് പുസ്തകം ഒന്നെടുത്തേ 1-ാം അധ്യായം, ഒന്നെടുത്തേ 1-ാം അധ്യായം. ഹല്ലേലൂയ. ഭയം എന്നൊരു പദം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരട്ടെ. വെളിപ്പാട് പുസ്തകം എടുത്തേ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നിങ്ങൾക്കൊന്ന് വായിക്കാമോ? അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ. ആര്? യേശുവിനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. കർത്താവിന്റെ കാൽക്കൽ വീണു. ആരാ യോഹന്നാൻ? ക്രിസ്തുവിന്റെ മാറോൾ ഒറ്റിയവൻ, മറുരൂപമലയിൽ തേജസ് കണ്ടവൻ, അപ്പം വിളമ്പി കൊടുത്തവൻ, അത്ഭുതത്തിന് സാക്ഷിയായവൻ പറയുക, അയ്യോ അന്നുള്ളവനല്ല ഇവൻ ആള് വേറെ. അതിന്റെ കാരണം നിങ്ങൾക്ക് അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 1:12. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. മതി, വായിക്കണ്ട, പിന്നെ താഴോട്ട് നിങ്ങൾ വായിച്ചു. 7 പൊൻ നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ചു, മാറത്ത് പൊൻകച്ച കെട്ടി, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, മുഖം 1000 സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. അവന്റെ സ്വരം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അത് കണ്ടപ്പം ബോധം കെട്ട് താഴെ വീണു. പിടികിട്ടിയോ? പത്മോസിന്റെ ദ്വീപിനകത്തെ കൊടിയ വിഷമുള്ള സർപ്പങ്ങൾ ചീറ്റിയിട്ടും യോഹന്നാന് കുലുക്കയില്ല. കാരണം അവൻ കണ്ടവൻ ഈ ശക്തികളെക്കാൾ വലുതാണ്. ഇന്ന് പകൽ ഏതൊക്കെ ദുഷ്ടശക്തികൾ നിനക്കെതിരെ ചീറി വന്നാലും പേടിക്കരുത്, അതിനെ ഭയപ്പെടരുത്, ദൈവത്തെ ഭയപ്പെടാവൂ.
ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അമ്മ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ആത്മാവി പ്രവചിക്കുക, ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് ഈ ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം അധ്യായം തുടങ്ങുമ്പം ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതമെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതായത് ഹബക്കൂക്ക് പ്രാർത്ഥിക്കുക. അതിനകത്തെ ഒരു പദമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ദൈവപ്രവൃത്തി നിന്നു പോയിട്ടില്ല, അത് ആവർത്തിക്കാൻ പോകുകയാ? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹബക്കൂക്കിന്റെ പ്രവചനത്തിലെ ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചോണ്ട് 3-ാം അധ്യായം 2-ാം വാക്യം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ വെളിപ്പെടുത്തണമേ. കർത്താവേ, പണ്ടത്തെ പോലെ നിന്റെ പ്രവൃത്തിയെ ഒന്ന് വെളിപ്പെടുത്തണേ. അപ്പന്മാർ സാക്ഷി പറഞ്ഞതുപോലെ, പലരുടെ അനുഭവം കേട്ടതുപോലെ എൻ്റെ ആയുസ്സിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണേ. എത്ര പേർ കൊതിക്കുന്നുണ്ട് ഒരു ദൈവപ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ ഇനിയും ആവർത്തിക്കാൻ പോവുകയാ? നിന്റെ വീട് തീർന്നെന്നും നിന്റെ കുടുംബം അസ്തമിച്ചെന്നും നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നും നിന്നെ പരസ്യമായി അവഹേളിച്ചവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, വീണ്ടും ഒരു പണ്ടത്തെ പോലൊരു ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ ആവർത്തിക്കാൻ പോകുകയാ. എത്ര പേരുടെ കണ്ണ് കൊതിക്കുന്നുണ്ട് ലമന സ്വതന ബഹംദന ധനാസദന ഒരു ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോകുകയാ. പണ്ടത്തെ പോലൊരു നല്ല കാലം. വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇരമ്യാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ചില ദൈവപ്രവൃത്തി നിന്റെ ഫാമിലിയിൽ വീണ്ടും ആരംഭിക്കാൻ പോവാ. അല്പകാലങ്ങൾ അടഞ്ഞുപോയ അന്തരീക്ഷങ്ങളെ ദൈവം എടുത്തു മാറ്റിയിട്ട് നിന്റെ കൂടാരത്തിനകത്ത് എന്നോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇനി വചനം കേൾക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അടഞ്ഞുപോയ അധ്യായങ്ങളെ തുറക്കാൻ പോകുക. ജീസസ്, നിന്റെ നന്മയുടെ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ ഇന്നെൻ്റെ ദൈവം ഓ യേശുവിന്റെ നാമത്തില് ചിലരോടൊക്കെ പ്രവചിക്കുക, നിന്റെ സന്തതി ഒരു ദൈവപ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുക. നീ ഒരു ദൈവപ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില് നീ കൺമുമ്പിൽ കണ്ടു ശത്രു പ്രബലപ്പെടുന്നത്, മന്ത്രവാദിയുടെ ശക്തി കൂടുന്നത് കണ്ടു, ആഭിചാരത്തിന്റെ ശക്തി കൂടുന്നത് കണ്ടു, പ്രാകുന്നവന്റെ ശക്തി കൂടുന്നത് കണ്ടു. എന്നാ നീ പ്രാർത്ഥിച്ചോ, അവരുടെ മുമ്പിലും നീ വിശ്വാസത്താൽ ജീവിക്കും. എനിക്ക് തരുന്ന വലിയൊരു ബോധ്യം പറയാം. ജീസസ് ചില ആഴ്ചകൾക്കകത്ത് ചില വീടുകൾക്കകത്ത് വീണ്ടും ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോവാ. നിന്റെ 100ാമത്തെ വയസ്സിലല്ല, ഈ നാളുകളിൽ തന്നെ നീ ഈ ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ ആ പ്രവൃത്തി നിന്റെ മുമ്പിൽ സ്തുതിക്കാൻ പറ്റുന്നവരെ സ്തുതിക്കാവൂ. ലാമന ഹംസസ്മിഖോഡ. പൊട്ടി മാറേണ്ടതെല്ലാം ഇന്ന് പൊട്ടി മാറണം. അഴിഞ്ഞു പോകേണ്ട ഹബക്കൂക്ക് കൊതിച്ചതുപോലെ നീ ഒന്ന് കൊതിച്ചേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് എപ്പോഴും ഒരു കാര്യം പറയാം. ഒരു സമൃദ്ധിയുടെ കാലത്തിൽ നിന്ന് ഒരു ദാരിദ്ര്യത്തിന്റെ കാലത്തിലേക്ക്, ഒരു അഭിഷേകത്തിന്റെ കാലത്തിൽ നിന്ന് ഒരു ശൂന്യതയുടെ കാലത്തേക്ക് നിങ്ങളുടെ ജീവൻ കൊമ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ നീ നിരാശപ്പെടണ്ട. പണ്ടത്തെ പോലൊരു നല്ല കാലം ഉടനെ വരുമെന്ന് നീ ഇന്ന് വിശ്വസിക്കണം. കർത്താവ് നിന്നെ കൈവിട്ടതല്ല. മാനുഷികമല്ലാത്തൊരു പ്രവൃത്തി നിന്റെ വീട്ടിൽ ആരംഭിക്കാൻ
പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളുക. ഞാൻ വീണ്ടും ആ ശബ്ദം കേൾക്കുക. ചില പ്രവൃത്തി ആരംഭിക്കാൻ പോവുക. ലോ റോ റോ ശഖാമാന. ഓ, നിന്റെ തലമുറ മേലൊരു പ്രവൃത്തി ഇന്നീ ദൂത് സ്വീകരിച്ച് ആമീൻ പറയുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നിന്റെ വീട്ടിൽ തലപൊതിക്ക് നിൽക്കുന്ന സകല ശക്തികളും ഇന്നത്തെ പ്രാർത്ഥന വിടുതൽ എടുക്കുന്ന പ്രാർത്ഥനയാ. ഇന്ന് വിടുതൽ എടുത്തിട്ടേ ഇവിടുന്ന് എഴുന്നേക്കാവൂ. യേശുവിൻ കാലപ്പഴക്കം ചെന്ന ബന്ധനങ്ങൾ. ഞാനൊരു ദൂത് പറയാം. അബ്രഹാം കുഴിച്ച കിണർ ഫെലിസ്ത്യർ മൂടിയച്ച് ചിരിച്ചു. ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, ചിലരുടെ ചിരി നിർത്താൻ നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കുക. നിന്റെ കാലത്ത് അപ്പന്മാർ പണ്ട് അനുഭവിച്ച നന്മ, ശത്രു മൂടി അനുഭവം നിന്നെ കൊണ്ട് ഞാൻ തുറപ്പിക്കും. വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുന്നു. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് അത്ഭുതം. പിന്നെ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവന്റെ അകത്ത് ചലനമുണ്ട്. അവന് മൂടിയിട്ടേക്കുന്നതിന്റെ മുകളിൽ നടക്കാൻ അറിയത്തില്ല. മൂടിയതിനെ പുറത്തെടുത്ത് നന്മ അനുഭവിക്കാൻ അറിയാം. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് ശത്രു മൂടിയതിനകത്തു നിന്നൊക്കെ നിനക്ക് അനുഭവിക്കേണ്ടതുണ്ട്. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തീയിടുന്നെങ്കിൽ, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ദൂത് കത്തിക്കുന്നെങ്കിൽ, ഗ്ലോറി. ഫെലിസ്ത്യന് വിചാരിച്ചു അബ്രഹാം മരിച്ചല്ലോ, ഇനി ആര് വരാനാ? സ്തോത്രം. അവൻ അറിഞ്ഞില്ല പുറകെ ഒരു വാഗ്ദത്തം വരുന്നുണ്ട്. യെശയ്യാവ് പറഞ്ഞു, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനം നിന്റെ സന്തതി കെട്ടിപ്പോകും. അപ്പന്മാരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചിലത് നിന്റെ സന്തതിയെ കൊണ്ട് ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോകുന്നു. ചില വീടുകൾക്കകത്ത് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവാന്ന് പറ. നിന്റെ വീട്ടിൽ ആവർത്തിക്കാൻ പോവാ, നിന്റെ ശുശ്രൂഷയിൽ ആവർത്തിക്കാൻ പോവാ. നിന്റെ ആ തകർന്ന വീടിനകത്തു തന്നെ ഒരു ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവാ. ഹബക്കൂക്കിനെ പോലെ കൊതിക്ക്, കർത്താവേ, ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഈ വാഗ്ദത്തം ആവർത്തിക്കട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ദൈവത്തിൽ നിന്ന് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം, ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഫെലിസ്ത്യന് വിചാരിച്ചു മൂടിയിട്ടത് ഇനി ഒരിക്കലും തുറക്കാൻ പോകുന്നില്ല. എന്നാൽ ഞാനൊരു ദൂത് പറയാം, ചിലരുടെ ചിരി മങ്ങാൻ പോവാ. മൂടിപ്പോയ ഉറവ. ദൈവമക്കൾക്ക് ഇച്ചിരി പ്രാർത്ഥനയിൽ ഇച്ചിരി തീഷ്ണത വേണം. പോയത് പോട്ടെന്ന് പറഞ്ഞ് തള്ളരുത്. എഴുതിയിട്ടോ, ഇന്നേക്ക് 76 ദിവസത്തിനകം ചിലതൊക്കെ തിരിച്ചു പിടിക്കും. നിന്റെ വീട്ടിൽ ദൈവം ആവർത്തിക്കാൻ പോകുന്നു. ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോകുന്നു. ഹബക്കൂക്ക് പറയാ, കർത്താവേ, വീണ്ടും ആ പ്രവൃത്തി ആവർത്തിക്കണേ. ഹല്ലേലൂയ.
കൃപ കൃപ കൃപ. ഇവിടെ ഇരിക്കുന്ന ചെറുകളോടൊക്കെ കർത്താവിന്റെ ദൂത് പറയുക. അനിപ്പാസ് ഇന്ന് പ്രസംഗം കഴിഞ്ഞ് മാറും, പക്ഷേ നിന്റെ വീട്ടിൽ നീ ദൂത് മാറത്തില്ല. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു അത്ഭുതം നടന്നപ്പം ഗലീലയിലെ അത്ഭുതം തീർന്നെന്ന് ചിലര് പറഞ്ഞു. 4-ാം അധ്യായത്തിൽ പറഞ്ഞു ഗലീലയിൽ അവൻ 2ാമതും അത്ഭുതം ചെയ്തു. നിന്റെ വീട് 2ാമതൊരു അത്ഭുതത്തിൽ ഒരുങ്ങിക്കോ. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു അത്ഭുതം നടന്നു, നീ അഭിഷേകം പ്രാപിച്ച ഒരു അത്ഭുതം നടന്നു. എന്നാൽ 2ാമത് കൃപ. ഇത് കേൾപ്പിക്കാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ, ഇത് കേൾപ്പിക്കാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. ഇത് നിന്നോട് മാത്രമുള്ള ദൂത. നമുക്ക് ഈ 1-2 വാക്യം വായിക്കണം. വായിച്ചാലേ ഈ ദൂത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വെച്ച് ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവുക. ഒന്ന് പറഞ്ഞേ. ഇന്ന് വീട്ടിൽ ചെന്നേച്ച് നിന്റെ ബെഡ്റൂമിൽ കയറി കൈ ഉയർത്തിച്ച് പറയണം, എൻ്റെ വീട്ടിൽ ദൈവപ്രവൃത്തി ഇനിയും ആരംഭിക്കാൻ പോവാ, ആവർത്തിക്കാൻ പോവാ. ഒന്ന് പറഞ്ഞേ, എന്തോ ചെയ്യാൻ പോവാ? 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എത്ര ഉയർത്താമോ അത്ര ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ച് പറഞ്ഞ, എൻ്റെ വീട്ടിൽ ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവാ. കേൾക്കുന്നില്ല? എൻ്റെ വീട്ടിൽ ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവാ. എൻ്റെ തലമുറയിൽ ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവാ. ഒരിക്കൽ നീ അത്ഭുതത്തിന്റെ സാക്ഷ്യം പറഞ്ഞിട്ടില്ലേ, അതിനേക്കാൾ വലിയത്. ഇനിയും ദൂത് പറയട്ടെ. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകത്തിലെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. 5-ാം അധ്യായം 21-ാം വാക്യം, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ഇവിടെ ഇരിക്കുന്ന ചെറുതോട് കർത്താവിന്റെ ആത്മാവ് പറയാ, പണ്ടത്തെ പോലൊരു നല്ല കാലം നിനക്ക് ദൈവം തരാൻ പോകുകയാ. റംബന ഹടബദില ബഹുഷസ്മിഖമന. ഈ ആസാഫ് 77-ാം സങ്കീർത്തനം എഴുതിയപ്പോഴേ പുള്ളിക്കാരൻ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. 77-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യമാണ്, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിന്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ധ്യാനിക്കും. നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ഒരാമയും പറഞ്ഞാട്ട്. ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. 77-ാം സങ്കീർത്തനം 11-ാം വാക്യം, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. യഹോവേ നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഒരാമയും പറഞ്ഞാട്ട്. ഈ ഇയ്യോബ് വലിയ കഷ്ടത്തിലായപ്പോഴേ ഇയ്യോബിന് ഒരു കൂട്ടുകാരൻ ചെന്നിച്ച് പറയുക, സ്തോത്രം, നിന്നോട് മിണ്ടുന്നവനോട് നീ അങ്ങ് മിണ്ടാതിരിക്ക, എന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചോളാൻ പറ. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ. ഒരാമയും വരുന്നില്ല. ഈ പ്രശ്നമൊക്കെ നമ്മളെ കയറി ഇങ്ങനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങുമ്പോഴേ നമ്മളിങ്ങനെ അങ്ങ് ടെൻഷൻ കയറി തകരല്ലേ. നമ്മൾ ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിക്കണം. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിക്കണം. പറ്റുമോ? ചിന്തിക്കണം. ചിന്തിച്ചാൽ ജീവിതത്തിന്റെ ഭാവം മാറും. ഈ ഇയ്യോബ് ഇങ്ങനെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെയൊക്കെ ചിന്തിച്ച് എന്നപ്പം അവൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ടേ. സ്തോത്രം. ഞാൻ വായിപ്പിക്കുന്ന എന്താണെന്നറിയോ? എനിക്ക് ഒരു വാക്യത്തെ നിന്ന് കൊണ്ടുപോകാൻ അറിയാം. പക്ഷെ ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയാ, അയ്യോ പണ്ടത്തെ മാസത്തെ പോലെ ദൈവം എന്നെ കാത്ത നാളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ. ഇതാരാ പറയുന്നത്? ഈ സ്ഥിതി മാറുമെന്ന് ഉറപ്പുള്ളവരാ പറയുന്നത്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തൊരു ഉറപ്പ് പറഞ്ഞ ഈ സ്ഥിതി മാറുമെന്ന് പറ. ഈ സ്ഥിതി ചിരിച്ചോണ്ട് പറ, ഈ സ്ഥിതി മാറാൻ പോവാ. നിനക്ക് പണ്ടത്തെ പോലൊരു ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവാ. പ്രവാചകന്മാർ പ്രവചിച്ചത് വെറുതെയല്ല. അല്പ ദിവസത്തിനകത്ത് ചിലർ വലിയ ദൈവപ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവാ.
അങ്ങനെ തന്നെ പ്രവചിക്കാൻ ദൈവം എന്നോട് പറയുക. ലാംഥോന സദാരഹംസി. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. എന്നോട് ദൈവാത്മാ പറയാ, ഒരുപക്ഷെ അടുത്ത ആഴ്ച നീ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ ദൈവപ്രവൃത്തി ആവർത്തിച്ച സാക്ഷ്യം, വീണ്ടും നടക്കുന്ന സാക്ഷ്യം, വീണ്ടും ചെയ്യുന്ന സാക്ഷ്യം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പിന്നെ ആ ശബ്ദം കേട്ടോണ്ടിരിക്കുക. ഞാൻ ആ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കാൻ പോവാ. ലംബ ബൈബിളിൽ ചോദ്യമുണ്ട്, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഹേ കൊടിയ മന്ത്രവാദിയെ, ആഭിചാരകനെ, നിനക്ക് തടുക്കാൻ വയ്യാത്തത്. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാ. ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് വാർത്തയുണ്ട്. സ്തോത്രം. കുറച്ച് നാളുകൊണ്ട് കേൾക്കുക, കൊല്ലങ്ങൾ കൊണ്ട് കേൾക്കുക, മുല്ലപ്പെരിയാർ പൊട്ടും. പക്ഷെ ഇതുവരെ പൊട്ടിയില്ല. പൊട്ടാത്ത എന്നാന്നറിയോ? പറയാം. വെള്ളത്തിന്റെ അളവ് കൂടിയാൽ ഗവൺമെന്റ് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കും. വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ പൊട്ടാൻ ആരും പറയണ്ട, വെള്ളത്തിന്റെ പ്രഷർ കൂടിയിട്ട് പൊട്ടും. ഇതുപോലെ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ചില തടസ്സങ്ങൾക്കൊക്കെ ആയുസിച്ചിലൂടെ ഉള്ളൂ. അതിനകത്ത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മവ്യാപാരത്തിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ കേട്ടോ, കൃപ കൃപ കൃപ. ആരോടൊക്കെയോ പ്രവചിച്ച് പറയുക, ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവുക. ഒരിക്കൽ നീ അത്ഭുതം കണ്ടവനാ. ഒരിക്കൽ ഈ പലരും ദൈവത്തെ ഒത്തിരി അവിശ്വസിക്കുന്നു. എനിക്കിവിടെ നിൽക്കുമ്പോൾ കർത്താവ് തന്നേക്കുന്ന ഒരു വലിയ ബോധ്യ, ദൈവത്തെ ഒത്തിരി അവിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, എന്റെ കർത്താവിനെ ഒട്ടും അവിശ്വസിക്കരുത്. നീ തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ അല്ല ദൈവം നിന്നെ കുറിച്ച് തയ്യാറാക്കിയേക്കുന്ന പ്ലാൻ. നിനക്കൊന്നും പിടികിട്ടത്തില്ല. നീ നിന്ന് കൊടുക്ക, നീ നിന്ന് കൊടുക്ക, നീ നിന്ന് കൊടുക്ക. നിന്റെ വീട്ടിലൊരു ദൈവപ്രവൃത്തി നടക്കേണ്ട ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. പ്രവാചകന്മാർ അതിന്റെ സൂചനകൾ നിനക്ക് തന്നു. വചനം അതിന്റെ സൂചന നിനക്ക് തന്നു. നിനക്ക് പിടികിട്ടിയില്ല. ആത്മാവിനെ പിടികിട്ടത്തുമില്ല. Glory to God. ഒരു ചോദ്യം, എത്ര പേരുടെ ഉള്ള് കൊതിക്കുന്നുണ്ട്, എനിക്കൊരു ദൈവപ്രവൃത്തി കാണണം, എന്റെ ലൈഫിൽ ഇനിയും ഒരു ദൈവപ്രവൃത്തി ആവർത്തിക്കപ്പെടണം. Glory to God. ചിലർ ചോദിക്കും, ഒരു നേരത്തെ ആഹാരം വെടിഞ്ഞാൽ വിടുതൽ നടക്കുമോ? ആഹാരം വെടിയുന്നതിന്റെ പ്രത്യേകത അറിയാമോ? അമ്മി സ്തോത്രം. മനുഷ്യന് ജഡമണ്ഡലം വിട്ട് ആത്മമണ്ഡലത്തിൽ കയറും. Glory to God. ലോങ് ഫാസ്റ്റിംഗിന്റെ വിജയം കർത്താവ് പറയോ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങത്തില്ല. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉടനെ വെളിപ്പെടണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചിലത് മാറ്റിയിട്ടേക്കുക. നിന്റെ സന്തതിയെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. നിന്റെ ബിസിനസ് ദൈവപ്രവൃത്തി. ചിലരുടെ അകത്ത് വലിയ കൊതി വരുവാ ദൈവപ്രവൃത്തി കാണാനായിട്ട്. ആസാഫ് ദൈവത്തിന്റെ മുമ്പിൽ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട, യഹോവേ, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. നമ്മൾ ഈ ഗുണമുള്ള ഒരു കാര്യം ഓർക്കത്തില്ലല്ലോ. ഗുണമുള്ള ഒരു കാര്യവും ഓർക്കത്തില്ല. ഗുണമില്ലാത്ത കാര്യം എല്ലാം ഇങ്ങനെ ഓർത്തച്ച് കൗളുമൊക്കെ വീർപ്പിച്ചിരിക്കുക. കൊച്ചിന്റെ കാര്യം എന്തുവാവും, വീടിന്റെ കാര്യം എന്തുവാവും, ജോലിയുടെ കാര്യം എന്തുവാവും. പിന്നെ നീ കൗള് വീർപ്പിച്ചിരുന്നാ ഇപ്പൊ ശരിയാവും. സ്തോത്രം. ഇതൊക്കെ ഒന്ന് വിട്ടച്ച് പണ്ട് ലൈഫിൽ നടന്ന ഒരത്ഭുതം ഒന്ന് ചിന്തിക്കാവോ? അയ്യോ, അന്ന് ഇങ്ങനെ വന്നപ്പോൾ എന്തൊരു അത്ഭുതമായിരുന്നു.
ഞാൻ വിളിക്കുന്ന ചിലരോട് പറയാം, ചിലരുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടാൻ പോവുക. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ജനത്തോട് പറയാ, അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടാൻ പോവുക, ദൈവപ്രവൃത്തി ആവർത്തിക്കപ്പെടാൻ പോവുക, നിന്റെ സന്തതിയിൽ അത് ആവർത്തിക്കപ്പെടാൻ പോവുക. ഓ ഹല്ലേലൂയ. മനസ്സുകൊണ്ടത് കണ്ടേ. സ്തോത്രം. ആമേൻ. നമുക്ക് ഒരു വാക്യം കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ ഇച്ചിരിയുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. ഹല്ലേലൂയ. 33-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ഞാൻ യെഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. ദൈവം പ്രവചിക്കാം, പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. ഇനിയും ഞാൻ അഭിവൃദ്ധി വരുത്താൻ പോവാ. അപ്പൊ ഇത് മാത്രമല്ല, പല ആവർത്തി ദൈവപ്രവൃത്തി ആവർത്തിച്ചിട്ടുണ്ട്. Glory to God. എനിക്ക് ദൈവം തരുന്ന ഒരു വലിയ ബോധ്യം, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ അത്ഭുത സാക്ഷിയായിട്ട് എഴുന്നേക്കാൻ പോവാ. കാരണം നിന്റെ കുടുംബത്തിൽ വീണ്ടും ദൈവപ്രവൃത്തി ആരംഭിക്കാൻ പോവാ. യിരെമ്യാവ് പ്രവചിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, ആ പദം ഒരിക്കൽ കൂടെ നിങ്ങളൊന്ന് കേട്ടെ. ദൈവത്തിന് സ്തോത്രം. പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, നിനക്ക് പണ്ടത്തെ പോലെ അഭിവൃദ്ധി തരാൻ പോവാന്ന് പറ. ഗ്ലോറി ടു ഗോഡ്. ആരോടൊക്കെയോ ദൈവാത്മാ പറയാ, ഒരു ലെവലിന് അപ്പുറത്തോട്ട് കേറിയിട്ട് താഴോട്ട് കൊമ്പ് കുത്തി കിടക്കുന്ന ചിലരോട് പറയുക, ഈ അവസ്ഥയിൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ ആവർത്തിക്കാൻ പോവാ. ഹബക്കൂക്ക് പറയാ, കർത്താവേ ഞാൻ കൊതിക്കുന്നു, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ, ആയുസ്സോടെ ഇരിക്കുമ്പോൾ, നിന്റെ 95-ാമത്തെ വയസ്സിലല്ല, നിന്റെ ഈ പ്രായത്തിൽ തന്നെ, ഈ കൊല്ലങ്ങളിൽ തന്നെ, ഈ മാസങ്ങളിൽ തന്നെ, ഈ 25-ൽ തന്നെ, ഈ ജനുവരിയിൽ തന്നെ, ഈ 20 എവിടൊക്കെയോ ദൈവപ്രവൃത്തി ആവർത്തിക്കുന്ന കാഴ്ച എനിക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ പോവുക. ലമ്മന അവൻ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ തടസ്സമിട്ട സകല ശക്തികളും നിന്റെ വീട്ടിൽ നിന്ന് അഴിയാൻ പോവാ. കണ്ടോ, എവിടോ ഒരു ദൈവപ്രവൃത്തിയുടെ ഉറവ. ഇന്ന് ദൈവം എന്നോട് പറയാ, ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള തടസ്സം ഇന്നത്തെ ആരാധനയെ പൊട്ടും. ചില ശരീരത്ത് കുടിയിരിക്കുന്ന ദുർഭൂതങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ അലറി വെളിപ്പോവും. ഒരു നിനക്കറിയാം ഒരു തടസ്സം ഉണ്ടെന്ന്. ഇന്ന് തടസ്സം ഞാനിവിടെ നിൽക്കുമ്പോ ആത്മാവി കാണുക, ചിലരുടെ കുടുംബത്തിൽ ദൈവപ്രവൃത്തിക്ക് തടസ്സമുണ്ട്. ആ കണ്ണാടി വെച്ച് അച്ഛനെ എഴുന്നേക്കാവോ? അച്ഛന്റെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുന്നു. ഇത്രയും ദൂരത്തിൽ അല്ല, ബ്രദർ അല്ല, പുറയില്. അച്ഛാ, ദൈവം നിങ്ങൾ അടുക്കൽ വന്ന് നിൽക്കുക. ഗ്ലോറി. നിന്റെ കുടുംബത്തിനകത്ത് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഉടനെ വെളിപ്പെടും. അത് വെളിപ്പെടാനുള്ള തടസ്സം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഒഴിയുന്ന കാഴ്ച എനിക്ക് ആത്മാവി കാണാം. നിന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈ ഞാനങ്ങ് താഴെ വരെ വരാൻ പോവാ. വീടിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ പറ്റൂ. ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിട്ടു, പട്ടികപ്പെട്ട ഒരു തെറ്റും ചെയ്യാതെ തന്നെയാ ജീവിക്കുന്നത് നാളുകൾ കൊണ്ട്. പക്ഷെ വീടിനകം ഡെഡായി കിടക്കുക, നിശ്ചലമായി കിടക്കുക. ശരിയാണ്. വീണ്ടും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് കേൾപ്പിക്കാനായി ഇന്നിവിടെ കൊണ്ടുവന്നേ. അടുത്ത 4.5 മാസത്തിനകത്ത് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഒരു വീട് ഒരു വിരുന്ന് വീടാകാൻ എങ്ങനെ അലങ്കരിച്ചൊരുക്കുന്നു, അതുപോലെ നിന്റെ വീട് അലങ്കരിച്ചൊരുക്കിയിരിക്കുന്ന കാഴ്ച
ഞാൻ ഈ കയ്യെ പിടിക്കുമ്പോൾ കാണുക, ഞാൻ ഇത്രയും നാളും ദൈവത്തെ വിളിച്ചിട്ടു ഞാൻ ചിലരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നല്ലോ എന്നൊരു ചോദ്യം ഉണങ്ങാത്ത മുറിവായി ഹൃദയത്തിലുണ്ട്. തനിക്കുള്ളതിനെയൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ മുമ്പോട്ടുള്ള ചലനങ്ങൾ ഡെഡായിപ്പോയി. എന്നാൽ ഇന്ന് ദൈവം പറയുക, നിന്റെ വീട് വീണ്ടും ഒരു ദൈവപ്രവർത്തിക്ക്. ഒരിക്കൽ നിന്റെ വീട്ടിൽ ദൈവപ്രവർത്തി കണ്ടാണ് നീ ദൈവത്തെ മുറുക്ക പിടിക്കാൻ തുടങ്ങിയത്. അങ്ങനൊരു അനുഭവം കുറെ വർഷങ്ങൾക്ക് പുറകിൽ നിനക്കുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഒരു സമയം കഴിഞ്ഞപ്പോൾ എല്ലാം നിശ്ചലമാകാൻ തുടങ്ങി. ഞാൻ പറയുന്നത് ശരിയാണോ? ജീസസ്, എനിക്ക് കർത്താവ് ബോധ്യം തരുക. ആ അവസ്ഥ മുഴുവൻ പേരും കൂടി ഇദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവൻ പ്രായം കടന്നു പോയിട്ടും നിന്റെ തലമുറയുടെ നന്മ കാണാൻ കഴിയാത്ത ആ നിർജീവ അവസ്ഥ ഇന്ന് പൊട്ടാൻ പോവാ. ഇതിനകത്തൂടെ ദൈവം ഇറങ്ങി നടക്കുക. സ്വപ്നം കാണുമ്പോ നിങ്ങളെ രക്ഷിക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ. കർത്താവ് നിങ്ങളെ രക്ഷിക്കാനും തയ്യാറാണ്. എനിക്ക് കയ്യൊന്ന് തന്നെ ഇതുപോലെ ഒന്ന് മുറുക്കി പിടിച്ച്, ഇതുപോലെ കർത്താവിനെ മുറുക്കി പിടിക്കണം. പിടിച്ചാൽ നീ ലക്ഷ്യസ്ഥാനത്തെത്തും. ഇപ്പൊ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്പം ദൈവാശ്രയം ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുക. ശരിയാണോ ഞാൻ പറയുന്നത്? എന്ന കർത്താവ് എന്നോട് പറയുക, ഞാൻ ഇദ്ദേഹത്തിന്റെ അടുക്ക കൂടെ നടന്നു പോയപ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്ന് സർപ്പങ്ങൾ പടിയിറങ്ങി പോകുന്നത്, നിന്റെ വീട്ടിൽ കൂടെ കൂടെ സർപ്പങ്ങൾ വെളിപ്പെടും. ജീസസ് ജീസസ്. എന്നാൽ ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, നിന്റെ കുടുംബത്തെ ഒരു മനുഷ്യന്റെ ശരീരത്തെ ബെൽറ്റ് കൊണ്ട് ബന്ധിക്കുന്നത് പോലെ നിന്റെ കുടുംബത്തെ ബന്ധിച്ച സർപ്പശക്തികൾ ഇന്ന് ഞാൻ നിന്റെ കയ്യെ പിടിച്ച് ദൂത് പറയുമ്പോ നിന്റെ വീട്ടിൽ ഓരോന്ന് സർപ്പവിഷമേറ്റ് മരിക്കത്തക്ക രീതിയിൽ നിന്റെ കുടുംബത്തിനകത്ത് സർപ്പശക്തികൾ തലപൊക്കിയെങ്കിൽ ഇന്ന് ദൈവം പറയാ, അത് അഴിഞ്ഞുപോയി. ഇദ്ദേഹം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവ് പറയുക, ദൈവപ്രവൃത്തി ആവർത്തിക്കാൻ. സർപ്പശക്തികൾ അഴിയട്ടെ. സർപ്പത്തിന്റെ ഈ സമയം രോഗമുള്ളവരും രോഗമുള്ള ഭാഗത്തൊന്ന് കരം വെച്ച് പ്രാർത്ഥിക്കണം. എന്നോട് പരിശുദ്ധാത്മാ പറയാ, കാലപ്പഴക്കൽ ചെന്ന രോഗങ്ങൾ ഇന്ന് സൗഖ്യമാകും. ഓ റബ്ബന ഹദരബ ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവപ്രവൃത്തി ഇനി ആവർത്തിക്കും? എന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഇനിയും
ഒന്ന് പറഞ്ഞ, എന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഇനിയും എത്ര പേര് ആമീൻ പറയും? ആവർത്തിക്കും, ആവർത്തിക്കും, ആവർത്തിക്കും. ദൈവം ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുകയാ. എഴുതിയിട്ടോ, അടുത്ത ആഴ്ച ഇവിടെ വരുന്നതിന് മുമ്പേ ഒരു ദൈവപ്രവൃത്തി നിന്നിൽ ആരംഭിക്കട്ടെ. ഞാൻ ഇനി വാക്യം വായിക്കുന്നില്ല, എന്നാലും ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചു നിർത്താം. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും. ഈ ദിവസങ്ങളിൽ നിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കാൻ പോവാ. നിന്റെ മിനിസ്ട്രിയുടെ ലെവല് മാറ്റി പണ്ടത്തെ ലെവലിലോട്ട് കൊണ്ടുവരാൻ പോവാ. നീ രക്ഷിക്കപ്പെട്ട നാളിലെ പോലെ നിന്റെ അകത്തെ സുവിശേഷത്തിന്റെ ആവേശം ദൈവം കൊണ്ടുതരാൻ പോവാ. യേശുവിന്റെ നാമത്തില് നിന്നെ മന്ദീഭവിപ്പിച്ച സകല പോരുകളും ഈ കർത്താവേ ദൈവപ്രവൃത്തി ആവർത്തിക്കണമേ. എവിടൊക്കെയോ കെട്ടുകൾ അഴിയുന്നു, എവിടൊക്കെയോ ബന്ധനങ്ങൾ അഴിയുന്നു. ലമന രമന, 2 പേരുടെ ശരീരത്ത് പിശാചിരിപ്പുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയിൽ അത് വിട്ടുപോകണം. നിന്റെ വീട്ടിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള തടസ്സം ആ പോരാട്ടമാ. ഇന്നത് അഴിഞ്ഞു പോയാൽ